അപ്പോൾ ഹായ് ഗൈസ്, ഞങ്ങൾ ഇന്ന് അശ്വിനീൻ്റെ ബർത്ത്ഡേക്ക് അശ്വിനിക്ക് സർപ്രൈസ് കൊടുക്കാൻ അശ്വിനീൻ്റെ വീട്ടിലേക്ക് അശ്വിനീനെ കൂട്ടി പോവാണ്. സംഭവങ്ങളെല്ലാം അശ്വിനിക്കറിയാം, പക്ഷേ അതൊരു സർപ്രൈസ് ആണല്ലോ. ഇരിക്കുന്ന ചങ്ങായി കള്ളൻ കള്ളൻ ഫാഷൻ സെൻസ് ഇല്ലാതെ പറയുന്നതാ. അതാ അഞ്ചോ നടക്കുന്നു നോക്കി. ഏതോ സന്യാസി തന്നെ ബാഗുമായിട്ട് നടക്കുന്ന ബാഗ് നോക്ക്. ശരിക്കും സന്യാസി. അതെ, സ്റ്റാൻഡേർഡ് സഞ്ചി. പുലിമുരുക ഫ്രീ ആയിട്ട് എന്ത് കിട്ടുമെന്ന് കേട്ടാൽ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്യല്ലോ. എനിക്ക് എണ്ണേൻ്റെ കണ്ണെന്താ ചോത്ത് അറിയില്ല, അലർജി. ഇനി അടുത്ത 5 ആണ് റെഡിയാന്ന്. ഇനി കുത്തി തോപ്പിക്കണ്ട. നല്ല കണ്ണടക്ക് ഇഷ്ടമായിരുന്നു. അതങ്ങനെ കാണുന്നില്ലല്ലേ. പക്ഷെ ചേഞ്ച് ആയിട്ട് അങ്ങനെ കിട്ടാലോ. അങ്ങനത്തെ ഇങ്ങനെ കണ്ണ് പൊട്ടന്മാർക്ക് കണ്ണ് ടെസ്റ്റ് ചെയ്യാൻ വന്നതാണ്. കണ്ണ് പൊട്ടന്മാർക്ക് ഞാനല്ല കണ്ണോട്ട് എനിക്ക് കുഴപ്പമില്ല. ഫ്രീ ആയിട്ട് എന്ത് കിട്ടിയാലും ഉപയോഗിക്കുന്നവരാണ്. ലെൻസ് കാർട്ടിലെ സാധനങ്ങളൊക്കെ എടുത്ത് ഫോൺ കിട്ടുന്നത്. ഇക്കയ്ക്ക് മെസ്സേജ് അയക്കാനോ ആണ് ആണ് ഇക്ക വൈബ്സ് എല്ലാം കിട്ടി. ഇക്ക വൈബ്സ് ഏതോ റോ പോയി കയറണ്ട. എൻ്റെ മൂട്ടിൽ കൂടെ ഇവിടെ ബസ്സിൽ കേട്ട പാട്ടിന്റെ ബാക്കിയായി. എന്തോ വഴി. അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് സ്വന്തം തറവാട് കോഴിക്കോടിന്റെ തറവാട് വിട്ട് എന്താ ഒന്നുകൂടി താലി കഴിഞ്ഞു. അമ്മങ്ങനെ പിന്നെ വലിയൊരു വന്നു കുളിക്കാണ്ട് കിടക്കുന്ന 2 എണ്ണങ്ങൾ. അതെന്നെ ഫാത്തിമ 5 പിന്നെ വന്നാൽ തന്നെ അപ്പം തന്നെ കയറി കുളിക്കും. നല്ല പച്ച വേറെ ആരെങ്കിലും അയ്യോ ട്രോളിൽ വരും. അങ്ങനെ ഫുഡ് കഴിക്കാൻ തുടങ്ങിയിരിക്കുന്ന ഇതെന്താ സാധനം? ജെല്ലി ചിക്കനോ? ചില്ലി ചിക്കൻ, പൊറോട്ട, ചപ്പാത്തി, ചോറ്, സാമ്പാർ, പിന്നെ മൂക്ക് മുട്ടം തരുന്ന കുറേ അവിടെ ഉണ്ട് പപ്പടം. അശ്വിനിക്ക് ഒരു കല്യാണം ഉള്ളതുകൊണ്ട് അശ്വിനി വേഗം കല്യാണത്തിന് പോവാണ്. ആ സമയത്ത് ഞങ്ങൾ വേഗം ചെക്കന്മാരെ വിളിച്ച് രാത്രി 12 മണിക്ക് വരണം എന്ന് പറഞ്ഞ് സെറ്റാക്കി കേക്കും സാധനങ്ങളായിട്ട് അമ്മമാർ വന്ന് അങ്ങനെ ഞങ്ങൾ അടിച്ചു പൊളിച്ച് കേക്ക് മുറിച്ച് ഗായ്സ്. പാട്ട് പാടി. ഒന്ന് താല്പര്യം
ഇവിടെ റൈറ്റ് സൈഡിൽ ഇവിടെ അങ്ങനെ കേക്കൊക്കെ മുറിച്ച് കുറേ കഥ പറഞ്ഞു 1.5 മണി വരെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് കഥ പറഞ്ഞു. വീട്ടുകാരുടെ ഉറക്കവും കളഞ്ഞ് അടിച്ച് പൊളിച്ച്. ഇവന്മാരാണെ പോകുന്നുമില്ല. പിന്നെ ലാസ്റ്റ് ഉന്തി തള്ളി എല്ലാത്തിനും പറഞ്ഞയച്ച് ഞങ്ങളും വർത്താനം പറഞ്ഞ് കിടന്നുറങ്ങി. അപ്പോൾ ഓക്കെ ബൈ.